നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു ചതുരയുഗത്തിന്റെ അളവ് ഒരു ദേവവർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ 367 അല്ലേ? ഒരു മനുഷ്യന്റെ 365 വർഷം കൂടുന്നത് ഒരു ദേവവർഷം. അങ്ങനെയുള്ള ദേവവർഷം 12,000 കൂടുമ്പോൾ ഒരു ചതുർയുഗം. ഇങ്ങനെയുള്ള ചതുർയുഗം 3 തീരുന്നത് വരെ ചുമ്മാതായിട്ടിരുന്നു. മൂന്നാമത് ചതുർയുഗത്തിന്റെ ഗതികെട്ട് 4, 5, 6 ചുമ്മാതായിട്ട് 7 വർഷത്തിൽ പ്രവർത്തിച്ചു. അത് 11ാമത് ചതുർയുഗത്തിൽ പൂർത്തിയാക്കിയിട്ട് അതിനെപ്പറ്റി പറയേണ്ട കുറെ അധികം പറയണം. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ കേട്ടാൽ മതി. ഇത് പൂർത്തിയാക്കിയിട്ട് ഇനി അവരവരുടെ ആത്മശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. ഈ ത്രിമൂർത്തിയുള്ള പ്രവർത്തനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. കൃത്യസ്ഥിതി സംഹാരം എന്ന് പറയുന്ന ഭാഗത്ത് നെഞ്ചിന് അപ്പുറത്ത് ഈ ആജ്ഞാശക്തി കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഒരിക്കലും നശിക്കാത്തതും നിലനിൽക്കുന്നതുമായ ജീവശക്തി ആ ജീവന്റെ പ്രവർത്തനശേഷി സ്വയം ആത്മാവായി പരിണമിക്കുക എന്നുള്ളതാണ്. അത് നമ്മളിൽ ഒരിക്കലും എല്ലാ ജീവജാലങ്ങളിലും പെട്ട് മനുഷ്യന് അത്യുഗ്രമായ ബുദ്ധിയുടെ ഉടമയാണ്. ഈ മനുഷ്യനെ കൊണ്ടുവന്ന് കൊടുത്ത് ഇങ്ങനെ തൃപ്തിപരമായ കർമ്മത്തിന്റെ ഒരു യോഗ്യത വരുത്താൻ വേണ്ടി ആളുകളിൽ വേദാന്തത്തിൽ കൂടിയായതിൽ പ്രവർത്തനശേഷി കാണിച്ചു കൊടുത്തിരിക്കുന്ന കർമ്മം എല്ലാം മനുഷ്യരിൽ കൂടിയാണ്. ഈ കർമ്മം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അണുവിനും അനന്തത്തിനും അതെങ്ങനെ ചെല്ലണമെന്ന് 4 വിധത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഭക്തി, യോഗം, കർമ്മം, ജ്ഞാനം. അപ്പൊ ഇത് 4 കൂടി ഇണങ്ങിച്ചേർന്ന വിദ്യയിൽ ഒരുമിച്ചിരിക്കുന്ന 5ാമതൊന്ന് അത് ആത്മവർദ്ധനമാണ്. ആ ആത്മാവ് എന്തിനെല്ലാം എന്തുപോലെ ഇരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ദർശനം, ആത്മവർദ്ധനം.